സംസ്ഥാന സർക്കാർ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും പണം നൽകാത്ത നടപടി അത്യന്തം പ്രതിഷേധാർഹവും അപലപനീയവുമാണ്. മാത്രമല്ല, നെല്ല് ഇനിയും സംഭരിക്കാനുണ്ട്. സപ്ലൈകോ സംഭരിക്കുന്നില്ല. കേന്ദ്ര സർക്കാർ 31 രൂപ 80 പൈസ പെർ കിലോയ്ക്ക് വെച്ച് സംഭരിക്കാനാണ് കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകിയിട്ടുള്ളത്. താങ്ങുവില പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ നൽകിയ തുകക്ക് സംഭരിക്കാതെ 2 രൂപ 40 പൈസ കുറച്ചാണ് സംസ്ഥാന സർക്കാർ സംഭരിക്കുന്നത്. കർഷകരെ പോക്കറ്റ് അടിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. വൻ അഴിമതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയിട്ടുള്ളത്. സർക്കാർ പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കാനുണ്ടെന്നാ. ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് സർക്കാർ ഞങ്ങൾക്ക് ഇത്ര തുക ലഭിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ലഭിച്ച തുകയുടെ കണക്ക് എന്തുകൊണ്ടൊരു യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ്, ആ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകുന്നില്ല? നൽകാത്ത എന്തുകൊണ്ട്? പണം വകമാറ്റി ചെലവഴിച്ചിരിക്കുന്നു. 2024 ജൂലൈ 31 ചോദ്യം നമ്പർ 1153 കൊടിക്കുന്നിൽ സുരേഷ് MP ഇന്ത്യൻ പാർലമെന്റ് ചോദിച്ചു. കേരളത്തിലെ നെൽകാർഷികവുമായി ബന്ധപ്പെട്ട അവരുടെ സബ്സിഡിയുമായി ബന്ധപ്പെട്ട താങ്ങുവിലയുമായി ബന്ധപ്പെട്ട വിഷയം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയും കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയും ഇന്ത്യൻ പാർലമെന്റിൽ വ്യക്തമാക്കി, നയാ പൈസ കേരള സംസ്ഥാനത്തിന് നൽകാനില്ല. എല്ലാ തുകയും നൽകി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ 2025 ആയിട്ടും കഴിഞ്ഞ തവണത്തെ പണം കൊടുത്തിട്ടില്ല. ഈ തവണ കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകി കഴിഞ്ഞു. പക്ഷേ സപ്ലൈകോ സംഭരിക്കുന്നില്ല, സംഭരിച്ചതിന്റെ തുക നൽകുന്നില്ല. അതുകൊണ്ട് ഇത് സർക്കാർ ഈ കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ നിലപാടിൽ നിന്ന് പിന്തിരിയണം. മാത്രമല്ല, സംസ്ഥാനത്തെ നെൽകാർഷിക മേഖല പ്രതിവർഷം അതിൻ്റെ ഉൽപാദന മേഖല കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം കേരളത്തിൽ 10 ലക്ഷം ഹെക്ടർ ഭൂമി ഉണ്ടായിരുന്ന നെൽപ്പാടങ്ങൾ ഇന്ന് വെറും 2 ലക്ഷത്തിൽ താഴെ ഹെക്ടറായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പൊ കർഷകരെ നിരുത്സാഹപ്പെടുത്തുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. അടിയന്തരമായി സംഭരിച്ച നെല്ലിന്റെ പണം നൽകാനും ബാക്കിയുള്ള സംഭരിക്കാനും തയ്യാറാകണം. മാത്രമല്ല, ഇവിടെ മറ്റൊരു കടുത്ത നീതി ചെയ്യുന്നുണ്ട്. പതിരിന് ഇവർ തൂക്കം കുറയ്ക്കുന്നതും അതുപോലെ വെള്ളത്തിന്റെ തൂക്കം കുറയ്ക്കുന്നതും 10 കിലോ വരെയാണ് പെർ കിണ്ടലിന് കുറയ്ക്കുന്നത്. 1 കിലോ പോലും കുറയ്ക്കാനില്ലാത്ത ഇതിന് 10 കിലോ കുറച്ച് സ്വകാര്യ കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നു. അത്തരം നിലപാടുകൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയാണ്. ഇതിന് നടപടി സ്വീകരിക്കുന്നില്ല. കേന്ദ്ര സർക്കാർ വെച്ച മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നില്ല. അങ്ങനെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ പഴിചാരി രക്ഷപ്പെടാനുള്ള നീക്കമാണ്. ഈ നീക്കം അപലപനീയമാണ്. സർക്കാർ നെൽകാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകിയ തുക അതിനി എത്ര തരാനുണ്ട് എന്നതിനെ കുറിച്ചൊരു ധവളപത്രം പുറപ്പെടുവിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് BJP ആവശ്യപ്പെടുന്നു.